കിടിലൻ പടം, കിടിലോത്സ്കി പടം, ഞെട്ടിച്ചു കളഞ്ഞു. ഉറപ്പായിട്ടും കോൺട്രവേഴ്സിയുടെ കാര്യം നോക്കണ്ട, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സമൂഹത്തിന് വേണ്ടിയുള്ള നല്ലൊരു കണ്ടന്റ് അതിലുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ആദിർഷയെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. റിലീസിന് മുമ്പ് തന്നെ ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ചിത്രമായിരുന്നു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിൻ്റെ ടൈറ്റിൽ അടക്കം മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഇപ്പോഴത്തെ പുതിയ രീതിയിൽ നൽകിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ട്രെയിലറിനും ടീസറിനും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവീൺ നാരായണനാണ്. ചിത്രത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം തന്നെ അനുപമ പരമേശ്വരൻ, ദിവ്യപിള്ള, ശ്രുതി രാമചന്ദ്രൻ, അസ്കർ അലി, ബൈജു സന്തോഷ്, രഞ്ജിത്ത് മേനോൻ, മാധവ് സുരേഷ് ഗോപി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് വിവാദങ്ങളുള്ളതുകൊണ്ട് തന്നെ ചിത്രം ഇതിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, തമിഴ് തുടങ്ങിയ 4 ഭാഷകളുടെ ആയിട്ടാണ് ചിത്രം ഇന്നത്തെ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഭാഗത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മികച്ച റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ഡേവിഡ് ആബേൽ എന്ന് പറയുന്നൊരു കഥാപാത്രമായിട്ടാണ് സുരേഷ് ഗോപി എത്തുന്നത്. എന്തൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ശക്തവും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം പ്രേക്ഷകർ വീണ്ടും ഇരിക്കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ചിത്രത്തിൻ്റെ ആദ്യ പകുതി പിന്നീടും അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ സഖാവിനും ഇതേ അഭിപ്രായം നിലനിർത്താൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഇന്നത്തെ ദിവസം ഈ ഒരു സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.